വർക്കല വന്നാൽ ആർക്കും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നൊരു ചൊല്ലുണ്ട്. അത് വാസ്തവമാണ്. കാരണം വർക്കല വന്ന് ആഹാരം കഴിക്കാതെ നമ്മൾ ശിവഗിരി പോയി കഴിഞ്ഞാൽ നല്ല ഊണ് ഉച്ചയ്ക്ക് ഫ്രീ ആണ്. അതിന് രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. അത് മാത്രമല്ല, മണ്ഡലകാലമായ പിന്നെ ഒട്ടും പേടിക്കണ്ട. 2017 മുതലാണ് നമ്മൾ ചെറുതായിട്ട് തുറക്കാൻ വെച്ചത്. അന്ന് ആ സമയത്ത് നമുക്ക് ഇത്രയും വലിയ സാമ്പത്തികം ചിലവാക്കാൻ നമുക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടും ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ചെറിയ രീതിയിൽ, അന്നദാനമായിട്ടല്ല, ചെറിയ ശിവഗിരി തീർത്ഥാടകർക്ക്, കാൽനടയായ വരുന്ന നമ്മുടെ പദയാത്രികർക്ക് അല്പം ക്ഷീണം അകറ്റിയിട്ട് പോകാനുള്ള സൗകര്യം, ചായ, വെള്ളം, പഴംപൊരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് പോകാൻ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി പോയപ്പോഴേ കോവിഡ് സമയമായി. കോവിഡ് കഴിഞ്ഞപ്പോൾ തോന്നി എന്തുകൊണ്ട് നമുക്കതൊരു അന്നദാനം കൂടെ ചെറിയ രീതിയിൽ അന്നദാനം കൂടെ ആക്കി നടത്തിക്കൂടാ. അപ്പോൾ 29 ഡിസംബർ 29 നമ്മുടെ ഗുരുമന്ദിരത്തിൻ്റെ വാർഷികമാണ്. 30 തീർത്ഥാടനം, 31, 1 അങ്ങനെ 4 ദിവസം ഞങ്ങൾ അന്നദാനം ചെയ്യണമെന്നൊരാഗ്രഹത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഡൽഹിയിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. VPVP ടെക്നോ കൺസ്ട്രക്ഷൻ ആണ് പേര്. അങ്ങനെ ഞാൻ എൻ്റെ ചെയർമാനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്ക് തുടങ്ങാൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ദൈവികമായ കാര്യമാണ്, അതിനെ ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന നിമിഷം ഇല്ലേ ചോദിച്ചു. എത്ര ബഡ്ജറ്റാകും? അന്ന് ചെറിയ ബഡ്ജറ്റ് മതിയായിരുന്നു, ഇത്രയും സാധനങ്ങൾക്ക് ഇത്രയും വിലയില്ല. 3,50,000 രൂപ. അങ്ങനെ അദ്ദേഹം 3,50,000 രൂപ അദ്ദേഹം തരികയും 3,49,000 ചില്ലറ രൂപ ചിലവാകുകയും ആ 3 ദിവസം കൊണ്ട് നാട്ടുകാർക്കും ഇവിടുത്തെ നമ്മുടെ സംഘാടകർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ തീർത്ഥാടന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും, അവരെ 4 ദിവസം ഇവരുടെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം മൊത്തം നമ്മൾ ഈ പന്തൽ കേട്ട് അന്നദാനം കൊടുക്കുമ്പോൾ ഇവരെ കച്ചവടത്തിനെ ബാധിക്കും. അവർക്കൊന്നും പ്രശ്നമില്ല. സുകേഷ് തമ്പി അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ് ഈ സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താനായിട്ട് വിട്ടുതരാൻ സൗകര്യമായത്. ഒരുപക്ഷേ ഗുരുദേവൻ്റെ അനുഗ്രഹത്തിൽ അദ്ദേഹം അത് ചെയ്തു തന്നായിരിക്കാം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കമ്പനി അങ്ങനെ 4 ദിവസത്തെ അന്നദാനം കൊടുക്കാൻ സമ്മതിച്ചു, പൈസ തന്നു. അടുത്ത വർഷം ഞങ്ങൾ ചോദിച്ചു, തമ്പിയാണ് ചോദിച്ചത്, ചെയർമാനടുത്ത് ചോദിച്ചു, സാറേ അടുത്ത വർഷം ഉണ്ടോ അന്നദാനം? അതിനെന്താ അടുത്ത വർഷം ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കെല്ലാം കുറച്ചുകൂടെ നല്ല രീതിയിൽ നടത്തണം. അങ്ങനെ അടുത്ത പ്രാവശ്യം അത് 5 ലക്ഷത്തി ചില്ലറയാൻ കണ്ടായെന്ന് തോന്നുന്നു ഇവിടുത്തെ ചിലവ് 4 ദിവസത്തെ. അത് കമ്പനി സ്പോൺസർ ചെയ്തത്. അതിൻ്റെ അടുത്ത പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കമ്പനി തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഇതുവരെ ഇരുത്തി ഞങ്ങൾ ഇലയിട്ട് തന്നെ, മറ്റേ പേപ്പർ ഇലയാണ് നമ്മൾ വിരിച്ചുകൊണ്ടത്, ഇലയിട്ട് സദ്യയായിട്ട് അങ്ങനെ വലിയ രീതിയിൽ നടത്താനുള്ള സാമ്പത്തിക സഹായവും പിന്നെ നമ്മുടെ ഗുരുമന്ദിര സമിതിയുണ്ട്, ഞങ്ങളുണ്ട്, എല്ലാവരും നമ്മളെ കൊണ്ടാവുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.